പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഓയിൽ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഈ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, ഒരു നുള്ള കായപ്പൊടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടുക് പൊട്ടി കായപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ സവാള ചേർക്കാം. 2 സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചത് അതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ചെറുതായിട്ടൊന്ന് വഴണ്ട് പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഉരുളക്കിഴങ്ങ് കൂടിയും ചേർക്കാം. 2 ഉരുളക്കിഴങ്ങ് നീളത്തിൽ കനം കുറച്ച് മുറിച്ച് വെച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കാം. രണ്ട് 3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഉരുളക്കിഴങ്ങും സവാളയും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. തീ കുറച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2-3 വെളുത്തുള്ളി ചതച്ചത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പൊടികളും ഇപ്പോൾ ചേർക്കാം. ആവശ്യമുള്ള മസാലപ്പൊടികൾ നമുക്കിപ്പോൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും അടച്ച് വെച്ച് 2-3 മിനിറ്റ് തീ കുറച്ച് ഒന്ന് വേവിക്കണം. നന്നായിട്ട് വെന്ത് വരുമ്പോൾ തക്കാളിയും കൂടി ചേർക്കുക. ഒരു തക്കാളി നീളത്തിൽ മുറിച്ച് വെച്ചതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളി അടച്ച് വെച്ച് തീ കുറച്ച് തന്നെ വേവിക്കുക. വെള്ളമൊന്നും ചേർക്കാതിരിക്കൊണ്ട് തീ കുറച്ച് തന്നെ വേവിക്കുന്ന ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ലാസ്റ്റ് ക്യാപ്സിക്കം, 2 ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസുള്ള 2 ക്യാപ്സിക്കം കനം കുറച്ച് നീളത്തിലരിഞ്ഞത് അതും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ കുക്ക് ചെയ്യണം. ക്യാപ്സിക്കം നന്നായി വെന്ത് ഉരുളക്കിഴങ്ങും എല്ലാം മിക്സ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റിൽ നമുക്കൊരു നുള്ള്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി നല്ല ഡ്രൈ ആവുന്ന വരെ നന്നായിട്ട് ഇളക്കി യോജിച്ചുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അല്പം പോലും വെള്ളം ചേർക്കട്ട, ഡ്രൈ ആയിട്ടുള്ള
ആലു ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്ക്, പൂരിക്ക്, റൈസിന് ഇതിനൊക്കെ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആലു ക്യാപ്സിക്കം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.